إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ ഒരു പുതിയ ഹിജ്റ വർഷത്തിലാണ് നമ്മളുള്ളത്. ഹിജ്റ വർഷം 1447 കഴിഞ്ഞു. 1448 മുഹറം മാസത്തിലാണ്, ഈ വർഷത്തിൻ്റെ ആദ്യത്തെ മാസമായ മുഹറം മാസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, ഒരു കലണ്ടർ, ഒരു വർഷം, അത് കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പുതുവർഷം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കാറില്ല. വേറെ ചില ആളുകൾ ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷ ആശംസകൾ എന്നു പറയാറുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനും ഓർമ്മിക്കാനും ആലോചിക്കാനും ഉള്ളത്? ഈ കഴിഞ്ഞ വർഷം എന്നത് നമ്മുടെ ഒരു വർഷമാണ്, ഒരു വയസ്സാണ്. രാപ്പകലുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്ര അവസാനിക്കുവാനുള്ള ഒരു വർഷമാണ് കുറഞ്ഞത്. പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയുടെ ദൂരം, ദൈർഘ്യം അത് കുറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണിത്. അതോടൊപ്പം നാം നമ്മുടെ കർമ്മങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ച ചോദ്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക.
വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഓരോരുത്തരും സ്വരുക്കൂട്ടി വെച്ചത് എന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചറിയുന്നവനാകുന്നു. സഹോദരങ്ങളെ, ഈ ചോദ്യം നമ്മുടെ കാതുകളിൽ മുഴങ്ങി നിൽക്കണം. എന്താണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും കൈകളിലുള്ളത്? അതാണ് പ്രധാനപ്പെട്ട വിഷയം. വർഷങ്ങൾ നമ്മളില്ലെങ്കിലും കഴിഞ്ഞു പോകും. ഇന്നലകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണിനടിയിലാണ്. അവർ തങ്ങളുടെ കർമ്മങ്ങളുമായി പോയിരിക്കുന്നു. അവർ കാണാനുള്ളതെല്ലാം പരലോകവുമായി ബന്ധപ്പെട്ട് ബർസഖി ജീവിതത്തിൽ അവർക്ക് കാണാനും കേൾക്കാനും അറിയാനും ഉള്ളതെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇനി പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിനു വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം അത് നമ്മുടെ കാതുകളിൽ വന്നടിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കേണ്ടതുണ്ട്. അല്ലാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 1448 ഹിജ്റ വർഷം അതിൻ്റെ ആദ്യത്തെ മാസത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും പുനർവിചിന്തനം നടത്താനും അഹോരാത്രം പരിശ്രമിക്കണമെന്നാണ് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ, ശ്രേഷ്ഠത നൽകിയ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം. ഈ മാസത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അല്ലാഹുവിൻ്റെ മാസമായ മുഹറം മാസം. സഹോദരങ്ങളെ, ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളും അല്ലാഹു നിശ്ചയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നമുക്കൊരുക്കി നൽകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ അത് സ്വരുക്കൂട്ടാനുള്ള അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. അവൻ്റെ അടിമകളായ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു ഇതിലൂടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പവിത്രമാസങ്ങളിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അറിയിച്ചതുപോലെ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും, ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത് എന്നാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അഥവാ ആ മാസങ്ങളിൽ എന്ന് പ്രത്യേകമായും അല്ല, അല്ലാഹു നിശ്ചയിച്ച 12 മാസങ്ങളിലും അഥവാ ജീവിതകാലം മുഴുവനും അല്ലാഹുവിനെ ധിക്കരിക്കാതിരിക്കുക, സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കാതിരിക്കുക, തിന്മകളിൽ മുഴുകാതിരിക്കുക, മറിച്ച് നന്മകളിൽ മുന്നേറി പരലോക വിജയം കരസ്ഥമാക്കുക എന്നതാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മാസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിന് ശേഷം അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പുകൾ എന്നത് അല്ലാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പുകളാകുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഹാദൽ ഹദീസു, ഈ മഹത്തായ ഹദീസ് സരീഹുൻ, വ്യക്തമായി നമ്മെ അറിയിക്കുന്നു, ഫി അന്ന അഫ്ളല മാ തുതുവ്വിഅ ബിഹി മിനസ് സിയാമി ബഅദ റമളാന സൗമു ശഹ്രില്ലാഹിൽ മുഹറം. പരിശുദ്ധ റമളാനിന് ശേഷം സുന്നത്ത് നോമ്പുകൾ, ഐച്ഛിക നോമ്പുകൾ
ആ ഐച്ഛിക നോമ്പുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലാകുന്നു, അതിലെ ദിവസങ്ങളിലാകുന്നു. അത് ഈ ഹദീസിൽ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ നാം മറ്റുള്ള എല്ലാ നന്മകളോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഐച്ഛികമായ സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കുക, എടുക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളുണ്ട്. മുഹറം മാസത്തിൽ മുഴുവനായി നോമ്പെടുക്കണോ, അതല്ല ചിലത് ഒഴിവാക്കി, ചില ദിവസങ്ങൾ ഒഴിവാക്കി അങ്ങനെ ധാരാളമായി എടുക്കണോ എന്നൊക്കെ ചർച്ചയുണ്ട്. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സാധിക്കുന്ന രൂപത്തിൽ ഒരാൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നത് ഈ മാസത്തിൻ്റെ പ്രത്യേകതകളിൽ, ശ്രേഷ്ഠതകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാനുള്ള മഹത്തായ ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. ഒരു നോമ്പിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശ്രേഷ്ഠത പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ആ നോമ്പനുഷ്ഠിച്ച വ്യക്തിയുടെ മുഖം അള്ളാഹു 70 വർഷങ്ങൾ നരകവുമായി അകറ്റി നിർത്തും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിലെ പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ മാസത്തിലെ 10-ാമത്തെ ദിവസം, മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസം, ആ ദിവസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പിന് പ്രത്യേകമായി ശ്രേഷ്ഠതയുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്ന് ചേരുകയുണ്ടായി. ഫവജദൽ യഹൂദ സിയാമൻ യൗമ ആശൂറ. ആ സന്ദർഭത്തിൽ മദീനയിലുള്ള യഹൂദികൾ മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസം, ആ ദിവസത്തിനാണ് ആശൂറ എന്ന് പറയുക, ആ ദിവസത്തിൽ അവർ നോമ്പനുഷ്ഠിച്ചതായി അവിടുന്ന് കാണുകയുണ്ടായി. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുന്ന് അവരോട് ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, എന്താണ് നിങ്ങൾ ഈ നോമ്പനുഷ്ഠിച്ച ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അദീം, ഈ ദിവസം എന്നത് മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസം, ആശൂറ എന്നത് മഹത്തായ ഒരു ദിവസമാകുന്നു. അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു വഗറഖ ഫിർഔന വഖൗമഹു. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂടെയുള്ളവരെയും ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. അതോടൊപ്പം ഫിർഔനിനെ അല്ലാഹു, അവൻ്റെ കൂടെയുള്ള ആളുകളെ അല്ലാഹു ആ കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ദിവസമാണ്. ഫസാമഹു മൂസ ശുക്രൻ. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് നന്ദി സൂചകമായി അന്ന് ആ ദിവസത്തിൽ നോമ്പെടുക്കുകയുണ്ടായി. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് തന്നെ മൂസയെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്ന് യഹൂദികൾ പറയുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വഔല ബിമൂസാ മിൻകും, ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും അടുത്തവരും ഏറ്റവും കടപ്പെട്ടവരും. അങ്ങനെ ഫസാമഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറയിൻ്റെ അന്ന് നോമ്പെടുക്കുകയുണ്ടായി. വഅമറ ബിസിയാമിഹി, സഹാബത്തിനോട്, ഉമ്മത്തിനോട് ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ, അദ്ദേഹത്തിന് വിജയം നൽകിയ ആ ദിവസമാണ് ആശൂറയിൻ്റെ ദിവസം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആശൂറയിൻ്റെ അന്നുള്ള നോമ്പ് അത് വളരെയേറെ പ്രാധാന്യമുള്ള നോമ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്ന് നോമ്പെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക.
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫദ്ദലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമ യൗമ ആശൂറാ വഹാദ ശഹർ യാനി ശഹ്റ റമളാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ള ദിവസങ്ങളെക്കാൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത നൽകി ആശൂറായിൻ്റെ അന്ന് നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു ദിവസത്തിലും നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പ്രാധാന്യം നൽകി ശ്രേഷ്ഠത നൽകി അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരു സുന്നത്തായ നോമ്പാണ് ആശൂറായിൻ്റെ മുഹറം 10 നോമ്പ് എന്നുള്ളത്. മുഹറം 10 ഈ നോമ്പ് ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ, അതല്ലെങ്കിൽ ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ച് 4 പദവികളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതിലൊന്നാമത്തേത് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം ആശൂറായിൻ്റെ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഖുറൈശികൾ മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. ഖുറൈശികൾ വളരെയേറെ പ്രാധാന്യം നൽകി ആശൂറായിൻ്റെ അന്ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ദിവസത്തിൽ നോമ്പെടുത്തിരുന്നു. പക്ഷേ സഹാബത്തിനോട് അവിടുന്ന് കൽപ്പിച്ചിരുന്നില്ല. മറിച്ച് ഇഷ്ടമുള്ളവർക്കെടുക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം എന്നതായിരുന്നു ആശൂറായിൻ്റെ നോമ്പിൻ്റെ ആദ്യത്തെ അവസ്ഥ. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോഴാണ് യഹൂദികളെന്ന് നോമ്പെടുക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയതും നേരത്തെ നമ്മൾ കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും എന്നിട്ട് സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു. അതാണ് രണ്ടാമത്തെ ഒരവസ്ഥ. മൂന്നാമത്തെ ആശൂറായിൻ്റെ നോമ്പിൻ്റെ അവസ്ഥ എന്നത് ആദ്യകാലത്ത് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുന്നേ ആശൂറായിൻ്റെ നോമ്പ് നിർബന്ധമായിരുന്നു. വാജിബ് എന്ന വിധിയായിരുന്നു അതിനുണ്ടായിരുന്നത്. പിന്നീട് റമളാനിലെ ഒരു മാസക്കാലത്തെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയപ്പോൾ ആശൂറായിൻ്റെ നോമ്പ് മുസ്തഹബായി മാറി, അഥവാ സുന്നത്തായി മാറി. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ആശൂറാ യൗമുൻ മിൻ അയ്യാമില്ലാ. തീർച്ചയായും ആശൂറാ മുഹറം 10 ദിവസം എന്നത് അള്ളാഹുവിൻ്റെ ദിവസങ്ങളിൽ ഒരു ദിവസമാണ്. ഫമൻ ശാഅ സാമഹു വമൻ ശാഅ തറകഹു. അതുകൊണ്ട് ആരെങ്കിലും അന്ന് നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ. അതല്ല ഉപേക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവൻ ഉപേക്ഷിക്കാവുന്നതാണ് എന്ന് പറയുകയുണ്ടായി. അതാണ് മൂന്നാമത്തെ ഒരു രൂപം. നാലാമത്തെ ഒരവസ്ഥ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറായിൻ്റെ നോമ്പെടുക്കുകയും എന്നിട്ട് സ്വഹാബത്തിനോട് എടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഹദീസിൽ നമ്മൾ കേട്ടു. എന്നാൽ യഹൂദികളോട് പൊതുവെ ഈ ദീനിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്, എല്ലാ വിഷയത്തിലും അവരുടെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളിലെല്ലാം നമ്മൾ എതിരാവണം എന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്താസിഅ. അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി നോമ്പെടുക്കും. അഥവാ അവർ 10 മാത്രം എടുക്കുമ്പോൾ അവരോടൊപ്പം അതേപോലെ സാദൃശ്യപ്പെടാതിരിക്കാൻ 9 കൂടി, അഥവാ ഒരു ദിവസം കൂടി എടുക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് മുഹറം 9-നും 10-നും നോമ്പുകൾ സുന്നത്താണ്. ആശൂറായിൻ്റെ അന്ന് 10-ൻ്റെ അന്ന് മാത്രമല്ല, മറിച്ച് 9 താസുആഇൻ്റെ അന്ന് കൂടി നോമ്പ് സുന്നത്താണ് എന്ന് ഈ ഹദീസിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 4 അവസ്ഥകൾ ആശൂറായിൻ്റെ നോമ്പിന് ഉണ്ടായിരുന്നു എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ മഹത്തായ ശ്രേഷ്ഠതകൾ അത് മുതലെടുക്കാനും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനും പ്രിയമുള്ളവരെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ
വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, താസുആഇൻ്റെയും ആശൂറയിൻ്റെയും അഥവാ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പുകളെക്കുറിച്ചാണ് സൂചിപ്പിക്കപ്പെട്ടത്. ഈ മഹത്തായ നോമ്പുകൾ അതിൻ്റെ ശ്രേഷ്ഠത നേടിയെടുക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറയിൻ്റെ നോമ്പിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് നമ്മെ അറിയിച്ചിരിക്കുന്നു. മുഹറം 10-ൻ്റെ ആശൂറയിൻ്റെ നോമ്പിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രതിഫലമായി അവിടുന്ന് അറിയിച്ചു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, സിയാമു യൗമി ആശൂറ, ആശൂറയിൻ്റെ മുഹറം 10-ൻ്റെ ദിവസത്തിലെ നോമ്പ്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു, മുൻകഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും എന്നാണ് അള്ളാഹുവിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, മുഹറം 10-ൻ്റെ ഒരു നോമ്പ്, ആ നോമ്പിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അള്ളാഹു അത് മുഖേന പുറത്തു നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസത്തിലെ നോമ്പ് അതനുഷ്ഠിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ദിവസങ്ങളിലെ നോമ്പ് അതനുഷ്ഠിക്കുന്ന വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ രൂപം മുഹറം 10-ന് മാത്രമായി ഒരാൾ നോമ്പെടുക്കുക എന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ചെയ്തിരുന്നത്. രണ്ടാമത്തൊരു രൂപമെന്നത് മുഹറം 9-നും അതുപോലെ മുഹറം 10-നും കൂടി നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ 9-ന് കൂടി എടുക്കുമായിരുന്നു എന്ന്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചില്ല, അവിടുന്ന് വഫാത്തായി. എന്നാൽ അവിടുന്ന് പറഞ്ഞ ആ വാക്ക് അത് സുന്നത്തായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് 9-നും 10-നും നോമ്പെടുക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. അതാണ് പരിപൂർണമായ അവസ്ഥ. മൂന്നാമത്തെ ഒരു രൂപം പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് ആശൂറയിൻ്റെ മുഹറം 10-ൻ്റെ അന്നും 11-ൻ്റെ അന്നും വേണമെങ്കിൽ എടുക്കാം. കാരണം 10-ൻ്റെ അന്നാണ് പുണ്യകരമായ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രതിഫലം പറയപ്പെട്ട ദിവസം. എന്നാൽ 9 എന്നത് അവിടുന്ന് പറയാനുള്ള കാരണം യഹൂദികളോടുള്ള എതിരാവലാണ് അവിടെ ഉദ്ദേശം. അതുകൊണ്ട് ഒരാൾക്ക് 9-ന് സാധിച്ചില്ല എങ്കിൽ 10-നും 11-നും എടുക്കാവുന്നതാണ്. നാലാമത്തെ രൂപം പണ്ഡിതന്മാർ പറഞ്ഞു, 9-നും 10-നും 11-നും ഒരാൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ സഹോദരങ്ങളെ, വ്യത്യസ്ത രൂപത്തിൽ ഒരാൾക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിലെ നോമ്പ് എടുക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുമെല്ലാം ഈ പറഞ്ഞ ദിവസങ്ങളിലെ നോമ്പ് എടുക്കാൻ, അവരെ കൊണ്ടെടുപ്പിക്കാൻ, സാധിക്കുന്നവരെ കൊണ്ടെടുപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അവരുടെ മക്കളെ കൊണ്ട്, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ആശൂറയിൻ്റെ നോമ്പ് എടുപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ എന്ന മഹദിയായ സഹാബി വനിത അവർ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആശൂറയിൻ്റെ നോമ്പിൻ്റെ ശ്രേഷ്ഠത കേട്ടപ്പോൾ അവർ പറയുകയാണ്, ഫകുന്നാ നസൂമുഹു ബഅദു വനുസവ്വിമു സിബിയാനനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമ്മളത് കേട്ടപ്പോൾ ആശൂറയിൻ്റെ ദിവസത്തിലെ നോമ്പ് അത് നമ്മൾ അനുഷ്ഠിച്ചു,
അതോടൊപ്പം നമ്മുടെ മക്കളെ കൊണ്ടും നാം അനുഷ്ഠിപ്പിച്ചു. അഥവാ അവർ സ്വന്തം അത് പ്രാവർത്തികമാക്കി മക്കളെ കൊണ്ടും നോമ്പെടുപ്പിച്ചു എന്നാണ്. എത്രത്തോളം എന്നാൽ അവർ പറയുകയാണ്, وَنَجْعَلُ لَهُمُ اللُّعْبَةَ مِنَ الْإِعْنِ فَإِذَا بَكَى أَحَدُهُمْ عَلَى الطَّعَامِ أَعْطَيْنَاهُ ذَاكَ حَتَّى يَكُونَ عِنْدَ الْإِفْطَارِ. ചെറിയ മക്കൾ അവർക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചപ്പോൾ, അവർ നോമ്പ് കാനായപ്പോൾ സഹാബി വനിതമാർ ആ മക്കൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അവർ വിശന്നുകൊണ്ട്, നോമ്പ് കാരണത്താൽ, പട്ടിണി കാരണത്താൽ വിശന്ന് കരയുകയാണെങ്കിൽ ആ കളിപ്പാട്ടം കൊടുത്തവരെ ആശ്വസിപ്പിക്കും. ഏതുവരെ? ഇഫ്താറിൻ്റെ സമയം വരെ. അങ്ങനെ ആ നോമ്പെടുക്കാൻ പിഞ്ചുമക്കളെ പരിശീലിപ്പിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം നമ്മളും ശ്രദ്ധിക്കുക. അലസതയോടെ, അലംഭാവത്തോടെ അങ്ങനെ കഴിഞ്ഞു പോവാൻ നമ്മൾ അനുവദിക്കരുത്. മറിച്ച് വളരെയേറെ പ്രാധാന്യം നൽകി, ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവുമെല്ലാം ഈ പറഞ്ഞ ദിവസങ്ങളിലെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ ദീനിലായി ജീവിക്കാനും അതിലായി മരിക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.